എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 51ഉം 52ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഈ 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തം തന്നെയാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം 51ാമത്തെ ശ്ലോകം നോക്കാം. പത്യുസ്സലീലം സവിധം വ്രജന്ത്യ നിതംബകൽപേ പുളിനേ മനോജ്ഞേ ന ദൃശ്യതേ സംപ്രതിനാഥ തസ്യ കളസ്വനാസാരസപംക്തികാഞ്ചി. ആദ്യം പദച്ഛേദം നോക്കാം. പത്യു സലീലം സവിധം വ്രജന്ത്യ നിതംബകൽപേ പുളിനേ മനോജ്ഞേ ന ദൃശ്യതേ സംപ്രതി നാഥ തസ്യാ കളസ്വനാ സാരസപംക്തി കാഞ്ചി. ഇവിടെ ആദ്യത്തെ ഒരു വാക്കിന് മാത്രമേ ഉള്ളൂ പദച്ഛേദം ചെയ്യാൻ. കഴിഞ്ഞ ദിവസത്തെ ശ്ലോകത്തിൽ ഹംസവധൂക്കളുടെ ശബ്ദത്തിനെ പറ്റിയിട്ട് അതിനെ കാളിന്തി നദിയുടെ തളയുടെ ശബ്ദമായിട്ട് വർണ്ണിക്കുക ചെയ്തത് എങ്കിൽ ഇവിടെ സാരസപംക്തികളെ പറ്റിയിട്ട്, സാരസം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള പക്ഷികളാണ്, വെളുത്ത പക്ഷികൾ. ആ പക്ഷിക്കൂട്ടത്തെ പറ്റിയിട്ടാണ് വർണ്ണിക്കാൻ പുറപ്പെടുന്നത്. നമുക്ക് അന്വയം നോക്കാം. ഇവിടെ പറയാണ്, ഹേ നാഥ, അല്ലയോ ഭഗവാനെ ശ്രീകൃഷ്ണ, സലീലം പത്യുസവിധം, സലീലം യഥാ തഥ, എങ്ങനെയാണോ ലീലയോടുകൂടിയിട്ട് അപ്രകാരം, അതാണ് സലീലം. വളരെ സന്തോഷമായിട്ട്, വളരെ തുള്ളിച്ചാടി എന്നൊക്കെ അർത്ഥമുണ്ട്. ലീലയോടുകൂടിയിട്ട്, വളരെ സന്തോഷത്തോടു കൂടിയിട്ട്. പത്യു സമുദ്രസ്യ, നദിയുടെ കാര്യമാണ് പറയുന്നത്. നദിയുടെ പതി എന്ന് പറഞ്ഞാൽ സിന്ധുപതി എന്നൊക്കെ പറയാറുണ്ട്. സമുദ്രം എന്നാണ് അർത്ഥം. കാളിന്തിയും അങ്ങനെ തന്നെയാണ്. പതിയായിട്ടുള്ള സമുദ്രത്തിൻ്റെ അടുത്തേക്ക് വളരെ തുള്ളിച്ചാടി സന്തോഷത്തോടു കൂടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പത്യുസവിധം, ഭർത്താവിൻ്റെ അടുത്തേക്ക്. വ്രജന്ത്യ എന്ന് പറഞ്ഞാൽ ഒഴുകിപ്പോകുന്നവളായ ഒരു സ്ത്രീ എങ്ങനെയാണോ അവളുടെ ഭർത്താവിൻ്റെ അടുത്തേക്ക് സന്തോഷത്തോടു കൂടി ചെല്ലുന്നത്, അതുപോലെ തന്നെ നദിയും, കാളിന്തി നദിയും സാഗരവുമായിട്ട് സംഗമിക്കുന്നതിന് വേണ്ടിയിട്ട് സന്തോഷത്തോടു കൂടി ഒഴുകിപ്പോവുകയാണ്. അങ്ങനെ പോകുന്നവളായിട്ടുള്ള യമുനായ, ഈ യമുനാ നദിയുടെ മനോജ്ഞേ നിതംബകൽപേ പുളിനേ, മനോജ്ഞം ഏറ്റവും സുന്ദരമായിട്ടുള്ള, നിതംബകൽപേ അരക്കെട്ടിന് തുല്യമായിട്ടുള്ള പുളിനത്തിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തീരത്ത്. ഇവിടെ ഒരു പെൺകുട്ടി എങ്ങനെയാണോ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോണത് അതുപോലെ വർണ്ണിക്കുമ്പോൾ അവളുടെ അരക്കെട്ടിനെ പറ്റിയിട്ട് പറയാണ്. അരക്കെട്ടിൽ അണിയുന്നത് ഒരു ആഭരണത്തെ പറ്റി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അരഞ്ഞാണിനെ പറ്റിയിട്ടാണ് വർണ്ണിക്കാൻ പോണത്. ഇവിടെ കവി വർണ്ണിക്കുകയാണ്, അങ്ങനെ ഭർത്താവിൻ്റെ അടുത്തേക്ക് സന്തോഷത്തോടു കൂടി പോയിക്കൊണ്ടിരിക്കുന്നവളായ ആ കാളിന്തിയുടെ നിതംബത്തിന് സമാനമായിട്ടുള്ള, കാളിന്തി എന്ന് പറഞ്ഞ നദിയെ ഒരു പെണ്ണായിട്ട്, ഒരു സ്ത്രീയായിട്ട് കൽപ്പിക്കുകയാണെങ്കിൽ അവളുടെ അരക്കെട്ടായിട്ട് കൽപ്പിക്കുന്നത് പുളിനത്തിനെയാണ്, അതിൻ്റെ തീരത്തിനെയാണ്. ആ തീരത്തിൽ സാധാരണ കാണേണ്ടത് എന്താണ്? തീരത്ത് എന്താ ഉണ്ടാവുക? അരക്കെട്ടിൽ എന്താ ഉണ്ടാവുക? അരഞ്ഞാണമാണ് ഉണ്ടാവുക. ഇവിടെ എന്തിനെയാണ് അരഞ്ഞാണമായിട്ട് കൽപ്പിക്കണത് എന്നാണെങ്കിൽ, കളസ്വന സാരസ പങ്ക്തി കാഞ്ചി, അതാണ് തസ്യാ നിതംബകൽപേ മനോജ്ഞേ പുളിനെ കളസ്വന സാരസ പങ്ക്തി കാഞ്ചി. കളസ്വനത്തോടു കൂടിയ, അതായത് കലപില കൂട്ടിക്കൊണ്ടിരിക്കുന്ന സാരസ പങ്ക്തിയാകുന്ന കാഞ്ചി, സാരസപക്ഷികളുടെ കൂട്ടമാകുന്ന അരഞ്ഞാണം. സാരസപങ്ക്തി, കുറച്ച് മുമ്പുള്ളൊരു ശ്ലോകത്തിൽ സാരസപദത്തിന് താമര എന്ന അർത്ഥം പറഞ്ഞിരുന്നു. സാരസപദം ഒരു നാനാർത്ഥക പദമാണ്. ഇവിടെ പക്ഷിവിശേഷങ്ങൾക്ക് പറയണ പേരാണ് സാരസമെന്ന്. ആദ്യം പറഞ്ഞു, കഴിഞ്ഞ ദിവസത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഹംസമെന്ന്, ഇവിടെ സാരസം എന്നും പറയുന്നു. ഒരുതരം കൊറ്റിയാണ്, കൊക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. വെള്ളവുമായിട്ട് എപ്പോഴും അടുത്ത് ജീവിക്കുന്ന പക്ഷിയാണ്. അപ്പോൾ അവരുടെ കൂട്ടം സാരസ പങ്ക്തി, ആ പങ്ക്തിയാകുന്ന, കൂട്ടമാകുന്ന കാഞ്ചി ഗുണം, കാഞ്ചി എന്നൊക്കെ പറഞ്ഞാൽ അരഞ്ഞാണം. അതെങ്ങനെയുള്ളതാണ്? കളസ്വനം, നിറയെ മുത്തുമണികളൊക്കെ ഉള്ളതായ അരഞ്ഞാണമാണെങ്കിൽ നടക്കുമ്പോൾ ഓടുമ്പോൾ ഒക്കെ നന്നായി കിലുങ്ങും. അപ്പോൾ ഇവിടെ പറയാണ്, കാളിന്തി ഭർത്താവിൻ്റെ അടുത്തേക്ക്, അതായത് സമുദ്രത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു പെൺകുട്ടി എങ്ങനെയാണോ അവളുടെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്നത്, അപ്പോൾ ഇത്തിരി ധൃതി പിടിച്ചൊക്കെ നടക്കുമ്പോൾ അരഞ്ഞാണൊക്കെ കിലുങ്ങേണ്ടതാണ്. അതുപോലെ
കാളിന്തിയുടെ അരഞ്ഞാണും കിലുങ്ങിയിരുന്നു. ഈ പക്ഷിക്കൂട്ടങ്ങൾ ഇങ്ങനെ കാളിന്തിയുടെ ഗമനത്തിനനുസരിച്ച്, അതിൻ്റെ തിരയുടെ പോക്കിനനുസരിച്ച് പക്ഷികൾ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങുകയും മുകളിലേക്ക് വരികയും ഒക്കെ ചെയ്യുമെന്ന് കാളിദാസനും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അരഞ്ഞാണ് പോലെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണാറുണ്ട് ഈ പക്ഷിക്കൂട്ടത്തിനെ എന്ന്. അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ആ പക്ഷിക്കൂട്ടത്തെ സമ്പ്രതി ന ദൃശ്യത്തെ, ഇപ്പോൾ കാണാനേ ഇല്ല. ഒരു പക്ഷി പോലും ഇല്ല. പക്ഷിക്കൂട്ടം പോയിട്ട് ഒരു പക്ഷിയെ പോലും കാണാനില്ല. അതാണ് മറ്റൊരു സങ്കടം. സാരസോ മൈഥുനീ കാമി ഗോനർദ്ദ പുഷ്കരാഹ്വയ എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഇതിന് പല അർത്ഥങ്ങളുള്ള നാനാർത്ഥകമായിട്ടുള്ളൊരു പദമാണ് സാരസം. ഇവിടെ പക്ഷി എന്നുള്ള അർത്ഥത്തിലാണ്. സാരസാനാം പക്ഷി വിശേഷാണാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പക്ഷികളുടെ കൂട്ടത്തിനെ കാണാനേ ഇല്ല. അതുകൊണ്ട് അവളൊരു പാവം പെൺകുട്ടിയായിട്ട്, കാഞ്ചി ഗുണമൊന്നും അണിയാത്ത ഒരു സാധു പെൺകുട്ടിയായിട്ടാണ് ഇപ്പോൾ ഒഴുകിപ്പോകുന്നത് എന്നാണ് കവി വർണ്ണിക്കുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. അതൊരു ദ്വയാർത്ഥകമുള്ളതായ ഒരു ശ്ലോകമാണ്. അതിൽ സമാസോക്തി അലങ്കാരമൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ പറയുന്നത് ഒരു ഉപമാലങ്കാരമാണ്. അതായത് ഉപമയോ രൂപകമോ ഒക്കെ പറയാം. സാരസപംക്തി എന്നുള്ളത് അരഞ്ഞാണമാണ്. സാരസപംക്തി തന്നെയാണ് അരഞ്ഞാണം എന്ന് പറയുമ്പോൾ രൂപകാലങ്കാരം. കഴിഞ്ഞ ദിവസത്തെ ശ്ലോകത്തിൽ ഹംസവധൂ നിനാദം തുലാകോടിരവത്തെ അനുകരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഉപമാലങ്കാരം വേണമെങ്കിൽ പറയാം. ഇനി വരുന്ന ശ്ലോകത്തിൽ മറ്റൊരു തരത്തിലൊരു അലങ്കാര പ്രയോഗമാണ്. നമുക്കാദ്യം ശ്ലോകം ചൊല്ലി നോക്കാം. സമുന്നമച്ചാരുപയോധരാപി സുതാപി സൂര്യസ്യ കളിന്ദകന്യാ ഭുജംഗസമ്പർക്കമുപേയുഷീ സാ ജനൈഃ പരിത്യജ്യതയേവ ദൂരം. ആദ്യം പദച്ഛേദം പറയാം. സമുന്നമച്ചാരുപയോധരാ അപി സുതാ അപി സൂര്യസ്യ കളിന്ദകന്യാ ഭുജംഗസമ്പർക്കം ഉപേയുഷീ സാ ജനൈഃ പരിത്യജ്യതേ ഏവ ദൂരം. പരിത്യജ്യത ഏവ എന്നുള്ളത് സന്ധിയാണ്. അത് പിരിക്കുമ്പോൾ പരിത്യജ്യതേ ഏവ എന്ന് പറയുന്നെ വേണം. ഇവിടെ എന്താ പറയണത് എന്നാണെങ്കിൽ, കളിന്ദകന്യയെ പറ്റിയിട്ട് ഒരു അപവാദം വന്ന് ഭവിച്ചിരിക്കുകയാണ് എന്നുകൂടി വ്യാഖ്യാനിക്കാൻ പറ്റും. ഒരു പെൺകുട്ടിയായിട്ടും ഒരു നദിയായിട്ടും ഒരേ സമയം വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആദ്യം ഒരു നദിയായിട്ടുള്ള അർത്ഥം പറയാം. സാ കളിന്ദകന്യ, ആ കളിന്ദ രാജാവിൻ്റെ അല്ലെങ്കിൽ കളിന്ദ പർവ്വതത്തിൻ്റെ മകളായിട്ടുള്ള കന്യക, അതായത് പുത്രിയായിട്ടുള്ള നദി, കളിന്ദകന്യ കാളിന്തി. സമുന്നമച്ചാരുപയോധരാ അഭി സൂര്യസ്യ സുതാ അഭി. രണ്ട് കാര്യങ്ങൾ പറയാണ്. സമുന്നമച്ചാരുപയോധര, സമുന്നമത് എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം ഉയർന്ന് പൊങ്ങി നിൽക്കുന്നതായ, ചാരു സുന്ദരമായിട്ടുള്ളതായ, പയോധര അഭി പയസ്സിനെ വെള്ളത്തിനെ വെള്ളം ധാരാളം വഹിക്കുന്നവളാണ് എങ്കിൽ പോലും. അതാണ് സമുന്നമച്ചാരു പയോധര അഭി, നല്ലവണ്ണം നിറഞ്ഞു തുളുമ്പി കിടക്കുന്ന വെള്ളം, അത്രയും വെള്ളം ആ നദി വഹിക്കുന്നുണ്ട് എങ്കിൽ പോലും. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്. സൂര്യസ്യ സുത അഭി, സൂര്യൻ്റെ മകളാണ് എങ്കിൽ പോലും. ഇതൊക്കെ ആ നദിയുടെ ചില സവിശേഷതകളാണ്, ഗുണങ്ങളാണ്. ആ നദിയുടെ പ്ലസ് പോയിന്റ്സ് ആണെന്ന് പറയാം. പക്ഷെ അതൊന്നും ഇപ്പോൾ വിലപ്പോവുന്നില്ല. കാളിയൻ്റെ സമ്പർക്കം കൊണ്ട് എല്ലാം പോവുകയാണെന്നാണ് പറഞ്ഞു വരണത്. അങ്ങനെയൊക്കെയാണ് എങ്കിൽ പോലും ഭുജംഗ സമ്പർക്കം ഉപേയുഷി സാ, ഭുജംഗം എന്ന് പറഞ്ഞാൽ പാമ്പ് അവിടെ ഉള്ളത് കാരണം, ആ മഹാസർപ്പം കാളിയൻ ആ വെള്ളത്തിൽ ഉള്ളത് കൊണ്ട്, ഭുജംഗവുമായിട്ടുള്ള സമ്പർക്കം ഉള്ളതുകൊണ്ട്, സാ അവൾ, ജനൈഹി ജനങ്ങളാൽ, ദൂരം ഏവ പരിത്യജതേ വളരെ ദൂരത്തേക്ക് അവളെ പരിത്യജിച്ചിരിക്കുന്നു. സാ പരിത്യജതേ അവൾ പരിത്യജിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവൾക്ക് ചില ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചില നല്ല ഗുണങ്ങളുള്ളവളാണ്. ധാരാളം വെള്ളമുണ്ട്, സൂര്യൻ്റെ മകളാണ്, കളിന്ദ രാജാവായിട്ടുള്ള അല്ലെങ്കിൽ കളിന്ദ പർവ്വതത്തിൻ്റെ മകളാണ്. ഇങ്ങനെയൊക്കെ വളരെ വലിയ ഗുണങ്ങളുള്ളവളാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു വിഷസർപ്പം അതിൽ താമസിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അവളുടെ അടുത്തേക്ക് ഒരൊറ്റ മനുഷ്യൻ പോണില്ല. എല്ലാവരും പോയിരുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്.
വളരെ വെള്ളം ധാരാളം ഉൾക്കൊള്ളുന്നത് കൊണ്ട് എല്ലാവർക്കും വളരെ പ്രയോജനവതിയായിരുന്നു ആ നദി. പക്ഷേ ജനങ്ങൾ ആരും ഇപ്പോൾ അവളുടെ അടുത്തേക്ക് പോകുന്നില്ല. അത് ഒരർത്ഥം, നദീപക്ഷത്തിലുള്ള ഒരർത്ഥം. ഇനി സ്ത്രീപക്ഷത്തിൽ വേറെ ഒരർത്ഥമുണ്ട്. ഇവിടെ പറയാണ്, സാ കളിന്ത കന്യ, ആ കളിന്ത പർവ്വതത്തിൻ്റെ പുത്രിയായിട്ടുള്ള നദി, അവള് സമുന്നമച്ചാരു പയോധരാബി സൂര്യസി സുതാബി എന്നുള്ളതിന് വേറെ ഒരർത്ഥം കൂടി പറയണം. അതായത് ചാരു പയോധരം, പയോധരം എന്ന് പറഞ്ഞാൽ മാറിടം, നല്ല ഉയർന്ന ഭംഗിയുള്ളതായ സ്ഥലങ്ങൾ, മാറിടങ്ങൾ ധരിക്കുന്നവളാണ്. ഒരു സ്ത്രീക്ക് ഭംഗി കൊടുക്കുന്ന ഒരു അവയവമാണ് അവളുടെ മാറിടങ്ങൾ. അപ്പോൾ അങ്ങനെ നല്ല സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്, ഒരു പെൺകുട്ടിയെ വർണ്ണിക്കണ പോലെയാണ് പറയണത്. നല്ല മിടുക്കിയാണ് കാണാൻ, ഉയർന്ന മാറിടങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഉന്നത കുലജാതയാണ്, സൂര്യൻ്റെ മകളൊക്കെയാണ്. അത്രയ്ക്ക് ഉയർന്ന ഒരാളുടെ പുത്രിയാണ്, നല്ല വംശത്തിൽ പിറന്നവളാണ്, കളിന്ദൻ്റെ പുത്രിയാണ്, സൂര്യൻ്റെ പുത്രിയാണ് എന്നൊക്കെ പറയുമ്പോൾ വളരെ ഉയർന്നു നിൽക്കുന്ന ആൾക്കാരുടെ മകളായിട്ടൊക്കെയാണ് അവളെ പറയുന്നത്. എങ്കിലും അവൾക്ക് വലിയൊരു ദോഷം ഉണ്ടായി. എന്തായിരുന്നു ദോഷം? ഭുജംഗ സമ്പർക്കം ഉപേയുഷി, അവൾ തിരഞ്ഞെടുത്ത ജോലി അത്ര നല്ലതല്ലായിരുന്നു. ഭുജംഗന്മാരുമായിട്ടുള്ള സമ്പർക്കം, ഭുജംഗന്മാര് എന്ന് പറഞ്ഞാൽ വിടന്മാരുമായിട്ട് ഒന്നോ രണ്ടോ പേരൊന്നല്ല, ധാരാളം പേരുമായിട്ടുള്ള സമ്പർക്കം എന്ന് പറയുന്നത് അവൾക്കുണ്ടായ വേശ്യാവൃത്തിയെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുവളെ ജനങ്ങൾ പൊതുവെ അടുപ്പിക്കാറില്ല. അതാണ് ഇവിടെ പറയുന്ന മറ്റൊരർത്ഥം. അപ്പോൾ ഈ വിടന്മാരുമായിട്ടുള്ള സമ്പർക്കത്തെ ഭജിച്ചതിനാൽ ജനൈഹി, സജ്ജനങ്ങളായിട്ടുള്ള മനുഷ്യര്, സജ്ജനങ്ങള്, സാ ദൂരം പരിത്യജ്യതേ ഏവ, അവരാൽ ഈ നദി അല്ലെങ്കിൽ ഈ സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി ദൂരം പരിത്യജത, അവളെ അംഗീകരിക്കത്തക്കതായിട്ട് പല ഗുണഗണങ്ങളുണ്ട് എങ്കിൽ പോലും ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് അവളെ ആരും അംഗീകരിക്കുന്നില്ല, ആരും അവളെ അടുപ്പിക്കുന്നില്ല. അപ്പോൾ എപ്രകാരമാണോ ഒരു പെൺകുട്ടി ഒരു സഭ്യമല്ലാത്ത പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ആൾക്കാർ അവളെ മാറ്റി നിർത്തുന്നത്, അതുപോലെ കാളിന്തി നദിയെയും ഈ ഭുജംഗവുമായിട്ടുള്ള, ഈ സർപ്പവുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് ജനങ്ങൾ ഉപേക്ഷിച്ചു. ഇതിൽ 2-3 വാക്കുകൾക്ക് ഒരേ സമയം രണ്ടർത്ഥം പറയാം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുന്നത്. പയോധരം എന്നുള്ള പദം, ഭുജംഗം എന്നുള്ള പദത്തിന്, അതുപോലെ സൂര്യൻ്റെ മകൾ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സ്ഥാനം, കളിന്ത പർവ്വതത്തിൻ്റെ മകൾ എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ആ ഉയർന്ന സ്ഥാനം, ആ വ്യംഗ്യാർത്ഥമൊക്കെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഒരു നന്നല്ലാത്ത പെൺകുട്ടി എന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത് എന്നുള്ളത് കൊണ്ട് സമാസോക്തി അലങ്കാരം ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു അലങ്കാരത്തോട് കൂടിയിട്ട് കാളിന്തി നദിയുടെ ഒരു കഷ്ടം ആയിട്ടുള്ളൊരവസ്ഥയും കൂടിയാണ് കവി വർണ്ണിക്കുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. പത്യുസ്സലീലം സവിധം രജന്ത്യ നിതംബകൽപേ പുളിനേ മനോജ്ഞേ ന ദൃശ്യത്തെ സമ്പ്രതിനാഥ തസ്യ കളസ്വനാസാരസപങ്ക്തികാഞ്ചി സമുന്നമച്ചാരുപയോധരാഭി സുതാഭി സൂര്യസ്യ കളിന്ദകന്യാ ഭുജംഗസമ്പർക്കമുപേയുഷീ സാ ജനൈഃ പരിത്യജ്യതയേവ ദൂരം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.